ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഞാൻ തലയിൽ കുറച്ച് താളിയൊക്കെ തേച്ച് കുളിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി നിന്നിട്ട് പിന്നെ കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രൊഡക്റ്റീവ് ഈവനിങ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമുക്കത് പുതിയൊരു സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. അത്ര പ്രൊഡക്റ്റീവ് ആണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റീവാണ്. ഒരു 5% പ്രൊഡക്റ്റീവ് എന്നൊക്കെ പറയാം. പിന്നെ അത് കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഷവർ എടുക്കുമ്പോൾ തന്നെ നമ്മളെ മൈൻഡ് ഒന്ന് കാമാവും. കുറച്ചും കൂടിയൊക്കെ നമ്മൾ ലൈഫിലൊന്ന് ആക്റ്റീവ് ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം ഗെറ്റ് റെഡി ഒന്നും അല്ല കേട്ടോ ഈ കാണിക്കുന്നത്. നമ്മൾ കുറച്ച് നേരം മിററിൻ്റെ മുമ്പിൽ നമ്മളെ നോക്കി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അതും ഒരു മൈൻഡിന് നല്ലൊരു ആശ്വാസം തരുന്നൊരു കാര്യമാണ്. പിന്നെ ദാണ്ട് വിളക്ക് വയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത് അമ്മയാണ് കേട്ടോ ഇരുന്ന് വിളക്കൊക്കെ തേക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റീവ് ആവാനുള്ള ടിപ്സ് ഞാനിപ്പോൾ കുറേ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കുറച്ചൊക്കെ എൻ്റെ ലൈഫിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്കുണ്ട്. പക്ഷേ അതിന് ഇനി മൈക്ക് കൂടെ വരാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇരുന്നൊരു വീഡിയോ ചെയ്യാം. പിന്നെ നിങ്ങൾ ഏത് മതത്തിൽ പെട്ട ഒരാളാണെങ്കിലും നിങ്ങളെല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരത്തെ ഒരു 5-10 മിനിറ്റ് നിങ്ങളുടെ ഒരു പ്രയർ, നിങ്ങളുടെ ഏത് വിശ്വാസമാണോ ആ ഒരു വിശ്വാസത്തിൽ, ഇനി അതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രകടിപ്പിക്കുക. അപ്പം തന്നെ നമ്മുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ, അറ്റ്ലീസ്റ്റ് നമുക്കൊരു പോസിറ്റിവിറ്റി എങ്കിലും നമ്മുടെ മൈൻഡിനുണ്ടാവും. അപ്പോൾ എനിക്ക് വിളക്ക് കത്തിക്കുന്ന ഒരു ഈ ദീപം കത്തി വരുന്നത് കാണാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പം തന്നെ മൈൻഡിനൊരു ഫ്രഷ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അറ്റ്ലീസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് എങ്കിലും നിങ്ങൾ ജേണലായിട്ട് ചെയ്തില്ലെങ്കിലും മനസ്സിൽ പറയുമെങ്കിലും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് ചെയ്യണേ. പിന്നെ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ അച്ചാറൊക്കെ കഴിച്ചുകൊണ്ട് ഫോൺ സ്ക്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് എപ്പോഴും ഒന്നും പ്രൊഡക്റ്റീവ് ആവാൻ പറ്റത്തില്ല. നമ്മുടെ ചില ചീത്ത സ്വഭാവങ്ങൾ ഇടയ്ക്ക് വരും. പക്ഷേ അതിന് ടൈം വളരെ കുറച്ച് കൺസ്യൂം ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞാൻ ചേട്ടന് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് ആവാൻ മെയിനായിട്ട് നമുക്ക് വേണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു പെർഫെക്റ്റ് ടൈമിനോ പെർഫെക്റ്റ് മൂഡിനോ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് പ്ലേസിനോ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. കാരണം പെർഫെക്റ്റ് എന്ന് പറയുന്നൊരു കാര്യമില്ല. ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. എനിക്കിപ്പം എൻ്റെ ഒരു സ്റ്റഡി ടേബിൾ കണ്ടാൽ തന്നെ അറിയാം അത്ര എസ്തെറ്റിക് അല്ല, ഒരുപാട് ബിൽഡപ്പ് ഇല്ല, അവിടെ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ വീഡിയോ ഇടണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ പോരായ്മകളിൽ നിന്ന് പോലും ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്തൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡിൽ നിന്ന് എടുത്ത് കളയേണ്ടുള്ളൊരു കാര്യമാണ് പെർഫെക്റ്റ്. പിന്നെ നമ്മളെ മൈൻഡിൽ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു വേർഡാണ് കൺസിസ്റ്റൻസി. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ആ കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ചെയ്താൽ അത് ഒരു 21 ഡേയ്സ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഹാബിറ്റായിട്ട് മാറും. ഒരു 30 to 60 ഡേയ്സ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഡെയിലി റുട്ടീനാവും. പിന്നെ ഞാൻ തൻ്റെ ജേർണലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഞാൻ അടുത്ത ദിവസത്തേക്കുള്ള വീഡിയോ എടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ലൈറ്റിങ്ങിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട്. ബുക്കൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ നാളത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നാളെ ചെയ്ത് തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാനത് പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണ്, വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളത് പറയുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്ക്. ടാറ്റ. പിന്നെ ഞാൻ എൻ്റെ ഈ ജേർണൽ തീരാറായിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്.